ഓണക്കാലത്തും റേഷൻ വ്യാപാരികളോടുള്ള അവഗണന തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഓണറേറിയം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. ഓണക്കിറ്റിൽ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട കമ്മീഷൻ തുകയിലും സർക്കാർ നടത്തിയത് കടുംവെട്ടാണ്. സംസ്ഥാനത്തെ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികളോട് ഈ ഓണക്കാലത്തും സർക്കാർ കാട്ടുന്നത് കടുത്ത അവഗണന. ഓണസമ്മാനമായ 1,000 രൂപ ഓണറേറിയം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. നൽകുമെന്ന് പറഞ്ഞ 1,000 രൂപ ഇതുവരെയും ഒരാൾക്ക് പോലും നൽകിയിട്ടില്ല. ഒരു വിഭാഗത്തിന് മാത്രം ഓണമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഓഗസ്റ്റ് മാസം പണിയെടുത്തതിൻ്റെ വേതനം തരുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. പിന്നെ എല്ലാ വിഭാഗം സർവ്വ മേഖലയിലും ഓണത്തിന് ഓണേറിയം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കും ഒരു ചുരുങ്ങിയ പൈസ 1,000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതും ലഭിച്ചിട്ടില്ല. പൊതുവിതരണ രംഗത്ത് സേവനം ചെയ്യുന്ന കേരളത്തിലെ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ, അത്രത്തോളം വരുന്ന സഹായികൾ, 28,000 വരുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അവഗണിച്ച് എവിടെ എത്തിയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സുപ്രീം കോടതി വരെ പോയാണ് ഓണക്കിറ്റിൽ കമ്മീഷൻ നൽകാനുള്ള ഉത്തരവ് വ്യാപാരികൾ സംഘടിപ്പിച്ചത്. വിധി വന്നിട്ടും കമ്മീഷൻ തുകയുടെ പകുതി മാത്രം ഇപ്പോൾ നൽകാമെന്നതാണ് സർക്കാർ നിലപാട്. ഈ തുകയും എല്ലായിടത്തും എത്തിയിട്ടില്ല. നൽകിയ സ്ഥലങ്ങളിലാകട്ടെ സെപ്റ്റംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ വില കഴിഞ്ഞിട്ടുള്ള തുക മാത്രമാണ് അനുവദിച്ചത്. ഫലത്തിൽ ഓണക്കാലത്ത് വ്യാപാരികൾക്ക് ഓണറേറിയവും കമ്മീഷനുമില്ലെന്ന അവസ്ഥ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ട് കിറ്റിന്റെ പൈസ തന്നു. അതും വളരെ ചുരുങ്ങിയ താലൂക്കുകൾ മാത്രമാണ് ലഭിച്ചത്. അത് സർക്കാർ സമയബന്ധിതമായി ഇന്നലെയൊക്കെയാണ് എത്തിച്ചതെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും അത് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാത്തത് കൊണ്ട് തന്നെ ആ പൈസയും കിട്ടിയിട്ടില്ല. കിട്ടിയവർക്ക് തന്നെ അവർ എന്തെല്ലാം ഡ്യൂ ഉണ്ടോ സർക്കാരിന് കഴിഞ്ഞ ഈ മാസം അരി എടുത്തതിന്റെ പൈസ വരെ കഴിച്ചിട്ട് ബാക്കി പലർക്കും 0 ആക്കി. ഞങ്ങൾക്കൊരു മാസത്തെ പൈസ കിട്ടാനുണ്ട്, അതിൽ നിന്ന് പിടിച്ചാൽ മതി. ഓണത്തിന് റേഷൻ വ്യാപാരികൾ ഒരിക്കലും ഓണം കഴിക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ വേദനയോട് പറയാനുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ വേതനവും ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നതും ചേർത്ത് വായിക്കണം. വാതിൽപ്പടി വിതരണ കരാറുകാരുടെ കുടിശ്ശിക നൽകാത്തത് മൂലം എല്ലാ സ്ഥലങ്ങളിലും റേഷൻ ഉൽപ്പന്നങ്ങൾ എത്താൻ വൈകിയിരുന്നു. ക്ഷേമനിധി, വേതന പാക്കേജ് വർധനവടക്കമുള്ള നിരവധി വിഷയങ്ങളിലും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.